നിൻ്റെ നോർമൽ ഡെലിവറി ഒന്നല്ലോ, നീ പ്രസവിച്ചതല്ലല്ലോ, ഓപ്പറേഷൻ അല്ലേ, ഇത് ഭയങ്കര ഈസിയാണെന്നൊന്ന് ചില ആൾക്കാരെ വിചാരം. സി സെക്ഷൻ കഴിഞ്ഞ ഉമ്മമാരോട് കുട്ടികൾക്ക് അടുപ്പമുണ്ടാവില്ല. എന്ത് ചെയ്തല്ലോ നമുക്ക് മനസ്സിലാവില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത് ചോദിക്കുന്നില്ലെങ്കിൽ സി സെക്ഷൻ കഴിഞ്ഞ ഉമ്മമാരോടാണ് ചോദിക്കുന്നത്. ഓ, നിനക്ക് സി സെക്ഷൻ അല്ലേ, നിൻ്റെ നോർമൽ ഡെലിവറി ഒന്നല്ലോ, നീ പ്രസവിച്ചതല്ലല്ലോ, ഓപ്പറേഷൻ അല്ലേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാര്യം കേട്ടിനാ. പക്ഷെ ഞാൻ കേട്ടിന്, എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ ഞാൻ കേട്ടിന്. അപ്പോൾ അന്ന് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞിട്ടാ. സോ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഞാനിപ്പോൾ ഈ നോർമൽ ഡെലിവറി കഴിഞ്ഞ ഉമ്മമാരെ താഴ്ത്തി പറയുന്ന അല്ലെങ്കിൽ സി സെക്ഷൻ കഴിഞ്ഞ ഉമ്മമാരെ പൊക്കി പറയുന്നതൊന്നുമല്ല. രണ്ട് പെയിനാണ്. അപ്പോൾ രണ്ടും ഡിഫറെൻ്റാണ്, രണ്ടും പെയിൻഫുൾ തന്നെ. രണ്ട് പ്രസവം കഴിഞ്ഞതും അമ്മമാർ തന്നെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ചിലപ്പോൾ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും വന്നിട്ടുണ്ടാവും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആദ്യം പറയാം. എൻ്റെ ഇങ്ങനെ കസിൻ്റെ പൊരുക്കുന്നത് നമ്മളെല്ലാവരും ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ എന്നോട് ചോദിക്കുന്നതാണ്, നമ്മൾ ഈ ഡെലിവറീൻ്റെ കാര്യമാണ് സംസാരിക്കുന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു കസിൻ എന്നോട് ചോദിക്കുന്നതാണ്, അതിന് നീ പെറ്റതല്ലല്ലോ, നിൻ്റെ ഓപ്പറേഷൻ അല്ലേ. അപ്പോൾ ഈ ഒരു സെക്കൻഡിലേക്ക് ഞാനൊന്നും അങ്ങനെ ബ്ലാങ്ക് ആയിപ്പോയി. എന്ത് ഞാൻ പറയണ്ടേ അവനോട്, അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഇന്ന് അതിൻ്റെ ഒരു ക്ലാരിഫൈ പോലെ ഒരു വീഡിയോ മറുപടിയായിട്ട് ഒരു വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് കേട്ടപ്പോൾ മുതൽ എൻ്റെ മൈൻഡിൽ ഇതിങ്ങനെ ഉണ്ട്. നമ്മളെ സൊസൈറ്റിയിൽ ചില ആൾക്കാരെല്ലാം വിചാരം ഇങ്ങനെ ആയിരിക്കില്ല, ഈ സി സെക്ഷൻ കഴിഞ്ഞ ആൾക്കാർ പ്രസവിച്ചതല്ല, ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കുന്നത് ഭയങ്കര ഈസിയാണത്. അതായത് ഡോക്ടർ വന്ന് ബാക്കിലൊരു അനസ്തേഷ്യ സൂചി തന്ന്, പെയിനൊന്നുമില്ല, ഭയങ്കര കൂളാണ്, സൂചി തന്ന് എന്നിട്ട് നമ്മളവിടെ കിടത്തി, പെയിനില്ലല്ലോ, സുഖമായിട്ട് അവിടെ കിടന്ന്, പിന്നെ ഡോക്ടർ മുറിച്ച് ബേബീനെ പുറത്തെടുത്ത് തുന്നിക്കെട്ടി കുട്ടീനെ കണ്ട് കഴിഞ്ഞ്, പ്രൊസീജിയർ അവിടെ കഴിഞ്ഞ്. ഇത് ഭയങ്കര ഈസിയാണെന്നൊന്ന് ചില ആൾക്കാരെ വിചാരം. അപ്പോൾ ഞാൻ ഒന്ന് പറയാം, ഈ നോർമൽ ഡെലിവറി മാത്രമല്ല പെയിൻഫുള്ള്. നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് ആ ഡെലിവറി സമയത്ത് ഭയങ്കര പെയിനായിരിക്കും അത്. അതേപോലെ തന്നെ സി സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടാവില്ല. പെയിൻ എന്ന് പറയുന്നത് ഈ അനസ്തേഷ്യൻ്റെ ഹാങ് ഓവർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെയിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. കാരണം ഈ അനസ്തേഷ്യ തരുമ്പോൾ തന്നെ നമുക്ക് പെയിൻഫുള്ളുണ്ട്. നമ്മളെ നട്ടലിലാണ് ഈ സൂചി വെക്കുന്നുള്ളത്, അത് ഇത്രക്കുള്ള ഒരു സൂചി വെക്കുന്നത്, അത് പെയിൻഫുള്ളാണ്. പിന്നെ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെയിൻ ഉണ്ടാവില്ല, കാരണം തരിപ്പ് കിട്ടില്ല, അപ്പോൾ പെയിൻ ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ടായി ഈ 24 hours നമ്മൾ ഒബ്സർവേഷനിലൊക്കെ എടുത്തുമല്ലോ, ഈ ഹാങ് ഓവർ കഴിഞ്ഞ് നമുക്കൊരു പെയിന് വരും. എന്ത് പറയണ്ട, ഇപ്പോൾ അത് അനുഭവിച്ചൊക്കെ മനസ്സിലാവും. എങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരണേ, ഒരു ബെഡിൽ നിന്ന് അനങ്ങാൻ കഴിയില്ല, ഒന്ന് ബെഡിൽ നിന്ന് എണീച്ച് നടക്കുന്നല്ല സീനുണ്ടാവും. ഒന്നും നമുക്ക് കഴിയുന്ന കാര്യമില്ല, പക്ഷെ നടന്നേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചിരിക്കാൻ കഴിയില്ല, ഒന്ന് ചുമക്കാൻ കഴിയില്ല, ഒന്ന് കുട്ടീനെ എടുക്കാൻ കഴിയില്ല. ഇതെല്ലാം ഭയങ്കര പെയിൻഫുള്ളാണ്. അപ്പോൾ ഈ സി സെക്ഷൻ എന്ന് പറയുന്നത് അതൊരു വലിയ പ്രൊസീജിയറാണ്. ഓക്കെ, നമുക്ക് നമ്മളെ ഫാഷന് വേണ്ടി, നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ആക്കുന്നതല്ല. നമ്മളെ ഈ ബേബി അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ബേബി എന്തെങ്കിലും റിസ്കിലുണ്ടാകുന്ന സമയത്ത് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഡോക്ടർമാർ നമുക്ക് തരുന്ന ഓപ്ഷനാണ് സി സെക്ഷൻ എന്ന് പറയുന്നത്. എൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് 34 weeksലാണ് ഡെലിവറി കിട്ടായത്. നമുക്ക് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലാസൻ്റെ പ്രിവ്യൂ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ആയി. ഈ സി സെക്ഷൻ അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് എമർജൻസി സി സെക്ഷനായിട്ട് എടുത്ത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, വെറും സി സെക്ഷൻ മാത്രമെങ്കിലും ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള പെയിനേ ഉണ്ടാവും. പക്ഷെ ചില ആൾക്കാരുണ്ട് നോർമൽ ഡെലിവറീൻ്റെ പെയിന് എത്രയോ മണിക്കൂറോളം സഹിക്കും. പക്ഷേ ചിലപ്പോൾ ബേബീൻ്റെ റിസ്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഉമ്മാൻ്റെ റിസ്ക് ഉണ്ടാകാൻ പറ്റും, നോർമൽ ഡെലിവറി നടക്കില്ല. അപ്പോൾ ആ സമയത്ത് ഡോക്ടർമാർ സി സെക്ഷന് പറയും. അപ്പോൾ ഒന്ന് ഓരോ കാര്യം ആലോചിച്ച് നോക്കാം. ഈ ഡെലിവറി പെയിൻ, ലേബർ പെയിൻ ഫുള്ള് സഹിച്ച് ലാസ്റ്റ് സി സെക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ റിക്കവറി പെയിനും ഓരോ സഹിക്കണം. ഓരോ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോഴും നിങ്ങൾ ഇങ്ങനെയല്ല പറയൂ, നോർമൽ ഡെലിവറി അല്ലല്ലോ, നോർമൽ ഡെലിവറി അല്ലേ പെയിൻഫുൾ, ഇത് പെയിൻഫുൾ അല്ലല്ലോ, നീ പെറ്റതല്ലല്ലോ. ചിലപ്പോൾ പറയും, ചില ആൾക്കാരുടെ മൈൻഡിൽ ഇപ്പോൾ അങ്ങനെ ഉണ്ടാവും, ആ ഒരു തോട്ട് ഉണ്ടാവും.
അപ്പോൾ ഈ നോർമൽ ഡെലിവറി കഴിഞ്ഞ ആളെയും ഈ സി സെക്ഷൻ കഴിഞ്ഞ ആളെയും ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം രണ്ടും പെയിൻഫുൾ ആണ്, രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിലും രണ്ടും പെയിൻഫുൾ തന്നെ, രണ്ടും അമ്മമാർ തന്നെ. ഈ പെറ്റതല്ലല്ലോ, പ്രസവം തന്നെ ഇത്. ഇങ്ങനെ നമുക്ക് അമ്മയാവാണ് 2 ഓപ്ഷൻസ് ആണല്ലോ, ഒന്ന് സി സെക്ഷൻ, ഒന്ന് നോർമൽ ഡെലിവറി. പക്ഷെ നമ്മളെ മാതൃത്വം എന്ന് പറയുന്നത് ഒരേ വയ്യാണ്. രണ്ടും നമുക്ക് അമ്മയാണെന്നുള്ള പ്രൊസീജിയർ മാറ്റമെങ്കിലും മദർ എന്നുള്ളത് മദർ തന്നെ, അതങ്ങനെ അല്ലാണ്ടാവില്ലല്ലോ. പിന്നെ ഒരു സി സെക്ഷൻ മദർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും ഒരിക്കലും നിങ്ങൾ അവരെ കുറ്റം പറയരുത്. റെസ്പെക്റ്റ് കൊടുക്കുക. രണ്ടാൾക്കും ഒരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് തന്ന് ഒരമ്മ, ഓക്കെ, ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുക. അല്ലാണ്ട് നിങ്ങൾ പെറ്റതല്ലല്ലോ നിങ്ങൾക്ക്. പിന്നെ ഒരു കാര്യം ഞാൻ കേട്ടിനി, എന്താണെന്ന് വെച്ചാൽ നോർമൽ ഡെലിവറി കഴിഞ്ഞ അമ്മമാർക്ക് നോർമൽ ഡെലിവറി കഴിഞ്ഞ ഉമ്മമാരോട് കുട്ടികൾക്ക് അടുപ്പമുണ്ടാവും, സി സെക്ഷൻ കഴിഞ്ഞ ഉമ്മമാരോട് കുട്ടികൾക്ക് അടുപ്പമുണ്ടാവില്ല. എന്ത് ചെയ്താലും നമുക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ പറയുന്നതായിരിക്കും, പക്ഷെ ഒരു ലോജിക്ക് വേണ്ടേ. അപ്പോൾ നമുക്കൊരു കാര്യം പറയാനുള്ള എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളെ ഇങ്ങനെ അറിവിൽ ആരെങ്കിലും സി സെക്ഷൻ കഴിഞ്ഞ ആളാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി അവരോട് ചോദിക്കരുത്, എന്തെന്ന് നിങ്ങൾ പ്രസവിച്ചതല്ലാലോ, നിങ്ങളതോ പ്രശ്നമല്ല, നിങ്ങൾക്ക് വേദന ഒന്നും ഇല്ലാലോ, വേദനയോടെ നോർമൽ ഡെലിവറി ആയെങ്കിൽ അത് പ്രസവമാവും, ഇങ്ങനെയൊന്നും പറയരുത്. കേൾക്കുമ്പോൾ ഭയങ്കര ഹേർട്ടാവും ഇത് കേൾക്കുമ്പോൾ. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.